നമസ്കാരം. വാർത്താരംഭം തുടങ്ങുകയാണ്. ആദ്യം പരിശോധിക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ട വിജ്ഞാപനം ഇന്ന്. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിക്കുന്നു. അവസാന തീയതി ഏപ്രിൽ 4. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. കസ്റ്റഡി കാലാവധി അവസാനിക്കും. കസ്റ്റഡി നീട്ടണമെന്ന് ഇഡി. കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ. പണം ആർക്ക് ലഭിച്ചെന്ന് കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് കെജ്രിവാൾ. ചോദ്യത്തിന് കോഴക്കേസിൽ മഹുവ മൈത്രേയ ഇന്നും ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കില്ല. ഡൽഹി ഓഫീസിൽ ഹാജരാകണമെന്ന് ഇഡി നോട്ടീസ് അയച്ചത് 3ാം തവണ. ഈറോഡ് MP എ ഗണേശമൂർത്തി അന്തരിച്ചു. മരണകാരണം ഹൃദയാഘാതമെന്ന് ആശുപത്രി അധികൃതർ. ആത്മഹത്യാശ്രമം നടത്തിയതായി റിപ്പോർട്ടുകൾ. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ ഇറങ്ങി. ദേവികുളത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി പടയപ്പ കൃഷി നശിപ്പിച്ചു. മാസപ്പടിക്കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കി ഇഡി. തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാൻ പ്രതിപക്ഷം. ബാൾട്ടിമോർ അപകടത്തിൽ ചരക്ക് കപ്പലിന്റെ ഡേറ്റാ കോഡർ കണ്ടെത്തി. കാണാതായ 6 തൊഴിലാളികൾ മരിച്ചെന്ന് നിഗമനം. തെരച്ചിൽ നിർത്തിവെച്ചു. അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ കാഴ്കഴുകൽ ശുശ്രൂഷ. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. വേനൽ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മരുഭൂമിയിലെ നജീബിന്റെ ദുരിതകഥ ഇന്ന് തിയേറ്ററുകൾ. ആടുജീവിതം പ്രദർശനത്തിൽ. IPL-ൽ ഇന്ന് ഒരു മത്സരം. രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മത്സരം ജയ്പൂരിൽ. വാർത്താരംഭം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായിട്ടാണ് ആരംഭിക്കുന്നത്. കാരണം കേരളം ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 88 ലോക്സഭാ മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 4 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷും കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും ഇന്ന് പത്രിക നൽകും. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-നാണ് നടക്കുന്നത്. ഏപ്രിൽ 26-നാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ്. ഈ വോട്ടെടുപ്പിൽ ആണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിധി എഴുതുന്നത്. നമസ്കാരം, ഞാൻ M മുകേഷ്. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതായത് രാവിലെ 11 മണിക്ക് കൊല്ലം കളക്ടറേറ്റിൽ വെച്ച് ഈ ഇലക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ ഞാൻ സമർപ്പിക്കുകയാണ്. ഇലക്ഷൻ പ്രചരണത്തിലായതുകൊണ്ട് എല്ലാവരോടും നേരിട്ട് വന്ന് ഇത് ക്ഷണിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ക്ഷണമായിട്ട് കണക്കാക്കി കഴിവതും അവിടെ വന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കണം. അതെനിക്ക് വലിയ ഊർജവും ആത്മവിശ്വാസവും തരും. തീർച്ചയായിട്ടും വരണം. ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ മനസ്സിൽ പ്രാർത്ഥന ഉണ്ടാവണം. നന്ദി. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നു. ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നുള്ളതാണ്. ഇതിപ്പോൾ മുകേഷിൻ്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. അപ്പോൾ നവമാധ്യമങ്ങളടക്കം കഴിയുന്നത്ര പ്രയോജനപ്പെടുത്തി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് പോലും പ്രചാരണത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നുണ്ട് മുകേഷിനെ പോലെയുള്ളവർ. ഇന്ന്
ഏതൊക്കെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സാധ്യത? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തിരഞ്ഞെടുപ്പ് പ്രക്രിയ അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ സാങ്കേതിക നടപടികളിലേക്ക് കടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നുണ്ടാകും. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ദിനം അത് ഇന്ന് ആരംഭിക്കുകയാണ്. അടുത്ത മാസം 4-ാം തീയതി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുക. 5-ന് സൂക്ഷ്മ പരിശോധന നടക്കും. 8-ആണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം. 88 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അഭിലാഷ്, ഇടപാടിൽ ഈ സംസ്ഥാനത്ത് ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങുകയാണ്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥിയും കാസർഗോഡത്തെ NDA സ്ഥാനാർത്ഥിയും ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കും. ഒരുപക്ഷെ കൂടുതൽ സ്ഥാനാർത്ഥികളും ഏപ്രിൽ മാസത്തിലായിരിക്കും പത്രികകൾ സമർപ്പിക്കാനുള്ള സാധ്യത. 29 അവധിയാണ്, 31-നും അവധിയാണ്. 1-ാം തീയതിയും ഏപ്രിൽ 1-നും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയില്ല. നെഗോഷ്യബിൾ ആക്ട് പ്രകാരമുള്ള അവധി ദിവസങ്ങളായതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയാത്തത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടമാണ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ദിനം, സൂക്ഷ്മ പരിശോധന, അത് പിൻവലിക്കാനുള്ള തീയതി. ഇതിലേക്കെല്ലാം കടക്കുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം ഇതിനകം തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞിരുന്നു. പിന്നീട് പൂർണ്ണമായ സ്ഥാനാർത്ഥി പട്ടികകൾ വന്നതോടുകൂടി വലിയ തോതിലുള്ള പ്രചരണവും അതിൻ്റെ ഒരു വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലങ്ങളിലും നിറയുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം രണ്ടാം ഘട്ട പ്രവർത്തനം വരുമ്പോൾ കൂടുതൽ പോസ്റ്ററുകൾ, ചുവരെഴുത്തുകൾ, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയൊക്കെ ആദ്യഘട്ടത്തിൽ കണ്ടു. ഇനി വീടുകളിൽ, പരമാവധി വീടുകളിൽ പോവുക, ദേവാലയങ്ങളിലൊക്കെയും സ്ഥാനാർത്ഥികൾ എത്തുന്നുണ്ട്, പൊതു പരിപാടികളുണ്ട്. അതോടൊപ്പം തന്നെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ. നമ്മൾ തിരുവനന്തപുരം കേന്ദ്രീകരിക്കുമ്പോൾ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം തിരുവനന്തപുരം ഇനി എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ച അതെല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. ഈ വികസന സെമിനാറുകൾ, ചർച്ചകൾ, ഡോക്ടർമാരുമായുള്ള അവരുടെ സംഘടനകളുമായുള്ള ചർച്ചകൾ, അധ്യാപകരുമായുള്ള അവരുടെ സംഘടനകളുമായുള്ള ചർച്ചകളും സെമിനാറുകളും ആ തരത്തിലുള്ള വലിയ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. ഇതോടൊപ്പം തന്നെയാണ് പാർട്ടികളിൽ നിന്ന് താഴെത്തട്ടിൽ ആളുകളെ മറു പാർട്ടികളിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ, ചരടുവലികൾ, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയുമുണ്ട്. ഇതിനിടയിലാണ് നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ ദിവസം ആരോപണ വിധേയയായ മാസപ്പടി കേസിലാണ് കടന്നു വരുന്നു. അതും രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. CAA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ പത്മനാഭ വേണുഗോപാലിൻ്റെ BJP പ്രവേശം, തുടർന്ന് ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾ, CAA സംബന്ധിച്ച ചർച്ചകൾ. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ ചൂടുപിടിച്ച ചർച്ചയായി EDയുടെ വരവ് മാറിയിരിക്കുന്നത്. കാരണം ഡൽഹിയിൽ നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഏവരും ശ്രദ്ധയോടെ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴാണ് ഈ മാസപ്പടി കേസിൽ ആദ്യം ആദായനികുതി വകുപ്പിൻ്റെ അന്വേഷണവും SFIO അന്വേഷണവും നിൽക്കെ തന്നെ EDയുടെ കടന്നുവരവ് അത് ഏവരും ശ്രദ്ധയോടെ കാണുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് നോട്ടീസ് അയക്കാനുള്ള സാധ്യത, അവരെ ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള സാധ്യത, ഇതൊക്കെ തന്നെയും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഏത് നിലയ്ക്കായിരിക്കും ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പോക്ക്? വലിയ രാഷ്ട്രീയ ആരോപണങ്ങളും ഏജൻസികൾ നേരിടുന്നുണ്ട്. BJPയുടെ കളിപ്പാവയായി മാറുന്നു. BJP ഏജൻസികളെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് അരവിന്ദ് കെജ്രിവാൾ മുതൽ ഇവിടെ കേരളം വരെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ ഇടങ്ങളിലും പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു വാദമായി മാറിയിരിക്കുകയും ചെയ്യുന്നു. അഭിലാഷ്, റൈറ്റ്. എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയം ഇന്ന് ആരംഭിക്കുകയാണ്. രാവിലെ 11 മണി മുതൽ ആണ് പത്രികാ സമർപ്പണത്തിനുള്ള സമയം. 3 മണി വരെ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 4 വരെയാണ് കാലാവധി. 5-ാം തീയതിയാണ് സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. പത്രികാ സമർപ്പണത്തിനുള്ള സമയം ആരംഭിക്കുന്നതോടെ വീണ്ടും പ്രചാരണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമുക്ക് വാർത്താരംഭത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഉൾപ്പെടുത്താം. അതേസമയം ദേശീയ തലത്തിൽ ഇപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്നത്തെ ദിവസം നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന കെജ്രിവാളിനെ ഇന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കും. മദ്യനയ അഴിമതി കഥയുടെ സത്യം കോടതിയിൽ വെളിപ്പെടുത്തുമെന്നാണ് കെജ്രിവാൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കെജ്രിവാളിനെ CBI കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താൽപ്പര്യ ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതേസമയം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള ആലോചനയിലേക്ക് കേന്ദ്രം കടക്കുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ER രാകേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാകേഷ്, എല്ലാ നീക്കങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്.
അതിൽ തന്നെ EDയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്നു. ED കൂടുതൽ സമയം തേടുവാനുള്ള സാധ്യതയുണ്ടോ? അതോടൊപ്പം CBIയും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമോ കെജ്രിവാളിന്? അഭിലാഷ്, ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം നിർണായക ദിനമാണ്. കാരണം 6 ദിവസത്തെ കസ്റ്റഡിയിലാണ് നേരത്തെ റോസ് അവന്യൂ കോടതി ED കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുക. സ്വാഭാവികമായും വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യമായിരിക്കും ED മുന്നോട്ട് വയ്ക്കുക. നേരത്തെ കവിതയുടെ കേസിൽ 2ാം തവണയും 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരുന്നു ED. അപ്പോൾ കേജ്രിവാളിനെയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന നിലപാടായിരിക്കും ഒരുപക്ഷെ ED മുന്നോട്ട് വയ്ക്കുക. ഒപ്പം തന്നെ CBI ആണ് ഈ കേസിൽ ആദ്യം കേജ്രിവാളിനെ ചോദ്യം ചെയ്ത്. CBIയും സമാനമായ രീതിയിൽ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ കേജ്രിവാൾ ഇന്ന് കോടതിയിൽ എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഭാര്യ സുനിത കേജ്രിവാൾ ED കസ്റ്റഡിയിലിരിക്കെ കേജ്രിവാളുമായി കൂടിക്കാഴ്ച നടന്നിരുന്നു. പിന്നാലെ ഇന്നലെ സുനിത കേജ്രിവാളിൻ്റെ ഒരു വീഡിയോ സന്ദേശവും പുറത്തു വന്നിരുന്നു. അതിൽ വ്യക്തമാക്കിയിരുന്നത് ചില വെളിപ്പെടുത്തലുകൾ അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ നടത്തും. മദ്യനയ അഴിമതിയിലെ പണം ആർക്ക് പോയി എന്ന് കേജ്രിവാൾ വ്യക്തമാക്കും. ആം ആദ്മി പാർട്ടി നേതാക്കൾക്ക് ആർക്കും തന്നെ ഇതിന്റെ പണം ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇവരുടെ വീടുകൾ നടത്തിയ റെയ്ഡിൽ ഒരു രൂപ പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കേജ്രിവാൾ ഇന്ന് കോടതിയിൽ എന്തായിരിക്കും പറയുക എന്നുള്ളത് നിർണായകമാണ്. ഇന്ന് ED കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല എങ്കിൽ സ്വാഭാവികമായും ജാമ്യം നൽകുകയും ചെയ്തില്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. അങ്ങനെയെങ്കിൽ തിഹാർ ജയിലിൽ പോകേണ്ടി വരും അരവിന്ദ് കെജ്രിവാൾ. അപ്പോൾ എന്തായിരിക്കും കേന്ദ്രത്തിന്റെ നിലപാട് എന്നുള്ളതും നിർണായകമാണ്. കാരണം ഇതിനോടകം തന്നെ കേന്ദ്രം ചില ചർച്ചകളിലേക്ക് കടന്നു കഴിഞ്ഞു. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് ആലോചനകളിലേക്ക് ലഫ്റ്റനന്റ് ഗവർണർ കടന്നു കഴിഞ്ഞു. ഇന്നലെ ഡൽഹിയിൽ ഒരു പരിപാടിക്കിടെ ലഫ്റ്റനന്റ് ഗവർണറോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ജയിലിലിരുന്ന് ഭരിക്കാൻ അനുവദിക്കില്ല ഏതായാലും എന്നാണ് ലഫ്റ്റനന്റ് ഗവർണർ സക്സേന. രാകേഷ്, അവിടെ ചില ഭരണഘടനാപരമായ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ. അതായത് മുഖ്യമന്ത്രി ജയിലിലായാൽ എങ്ങനെ ഭരണം തുടരാം എന്നത് സംബന്ധിച്ച് ഭരണഘടനയിൽ വ്യക്തതയില്ല. അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയൊരു ഭരണ പ്രതിസന്ധി ഡൽഹിയിലുണ്ട് എന്ന് വിലയിരുത്താനുമാകില്ല. അപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് രാഷ്ട്രപതി ഭരണം എന്ന ഒരു നീക്കമുണ്ടായാൽ അത് രാഷ്ട്രീയമായി വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കില്ലേ? അതിനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും വലിയ രാഷ്ട്രീയ പോരിലേക്കും നിയമയുദ്ധത്തിലേക്കുമൊക്കെ തന്നെ ഇത് വഴിവെച്ചേക്കാവും അത്തരമൊരു തീരുമാനം ഉണ്ടായാൽ. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയത് കേജ്രിവാൾ ഒരു കാരണവശാലും രാജിവെക്കില്ല, ജയിലിൽ പോകേണ്ടി വന്നാലും ജയിലിലിരുന്ന് ഭരിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്. മാത്രവുമല്ല, ഭരണഘടനാ വിദഗ്ധർ അടക്കം വ്യക്തമാക്കിയിരുന്നത് അത്തരത്തിൽ രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല, അങ്ങനെ രാജിവെക്കണമെന്ന് എവിടെയും പറയുന്നില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് കേന്ദ്രം എത്തിച്ചേരുകയാണെങ്കിൽ, ലഫ്റ്റനന്റ് ഗവർണർ എത്തിച്ചേരുകയാണെങ്കിൽ അത് വലിയ നിയമ പോരാട്ടത്തിന് വഴിവെക്കും. ഏതായാലും നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനകൾ ലഫ്റ്റനന്റ് ഗവർണർ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും കോടതി പറയുക എന്നതുകൂടി ആശ്രയിച്ചായിരിക്കും ഇനി അടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാരും ലഫ്റ്റനന്റ് ഗവർണറും ഏതായാലും കടക്കുക. ഇന്ന് ജയിലിൽ അയക്കാനാണ് തീരുമാനമെങ്കിൽ ഒരുപക്ഷെ അത്തരം ചർച്ചകൾക്ക് സ്വാഭാവികമായും വേഗം കൂടാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇന്നത്തെ കോടതി നടപടികൾ നിർണായകമാണ്. 2 മണിക്കാണ് കേജ്രിവാളിനെ ഏതായാലും ഹാജരാക്കുക. അതാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിലപാടുകൾ. ഒപ്പം കോടതിയിൽ കെജ്രിവാളിന്റെ നിലപാട് എന്താകും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം തന്നെ കെജ്രിവാളിന്റെ ഭാര്യ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സന്ദേശം പുറത്തിറക്കിയിരുന്നു. അതായത് ഈ മദ്യനയ അഴിമതിയിൽ ലഭിച്ച പണം അത് ആരൊക്കെയാണ് കൈപ്പറ്റിയത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു പണം എന്തായാലും AAPക്ക് ലഭിച്ചിട്ടില്ല എന്നും AAP ഇങ്ങനെ ഒരു അഴിമതി നടത്തിയിട്ടില്ല എന്നുമാണ് അരവിന്ദ് കെജ്രിവാളും ഒപ്പം AAPയുടെ കേന്ദ്ര നേതൃത്വവും എല്ലാം വിശദീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അഴിമതി നടന്നിട്ടുണ്ടോ? അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ആ പണം ആർക്ക് ലഭിച്ചു എന്നാണ് കെജ്രിവാൾ പറയാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഒപ്പം ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്ന മറ്റൊരു വാർത്ത, ചോദ്യക്കോഴക്കേസിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആയിരുന്ന മഹുവ മൈത്രേയ ഇന്നും EDക്ക് മുന്നിൽ ഹാജരാകില്ല എന്നുള്ളതാണ്. ഡൽഹി ഓഫീസിൽ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ED മഹുവയ്ക്ക് നോട്ടീസ് അയച്ചത്. നേരത്തെ 2 തവണ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിരുന്നു എങ്കിലും മഹുവ ഹാജരായിരുന്നില്ല. ഒപ്പം മഹുവ മൈത്രയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ CBI ഉൾപ്പെടെ നേരത്തെ പരിശോധന നടത്തിയിരുന്നു. മൈത്രയുടെ വസതിയിലും ബന്ധപ്പെട്ട ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ആയിരുന്നു പരിശോധന നടത്തിയത്. ഈറോഡ് MP A ഗണേശമൂർത്തി അന്തരിച്ചു. കോയമ്പത്തൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മരണകാരണം ഹൃദയാഘാതം എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ആത്മഹത്യാശ്രമം നടത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.
ADMK നേതാവായ ഗണേശമൂർത്തി DMK ചിഹ്നത്തിൽ ആണ് വിജയിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി ഗണേശമൂർത്തിക്ക് സീറ്റ് ലഭിച്ചിരുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടിന് പിന്നിൽ. ഈ മരണകാരണം ഇതുമായി ബന്ധപ്പെട്ടാണോ എന്നതിലൊക്കെ വ്യക്തത വരുന്നുണ്ടോ? അഭിലാഷ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈറോഡ് MP ഗണേശമൂർത്തിയെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഇത് ആത്മഹത്യാ ശ്രമമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതായത് ഈറോഡ് സീറ്റ് അദ്ദേഹത്തിന് ഇത്തവണ നൽകിയിരുന്നില്ല. കാരണം MDMK നേതാവാണ് ഗണേശമൂർത്തി. എന്നാൽ DMK സഖ്യത്തിലാണ്. പക്ഷേ ഈറോഡ് സീറ്റിന് പകരം ഇത്തവണ തിരുച്ചിറപ്പള്ളി സീറ്റാണ് അവർക്ക് നൽകിയിരുന്നത്. പകരം ഈറോഡ് സീറ്റ് DMK ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ തിരുച്ചിറപ്പള്ളിയിൽ പരിഗണിച്ചത് ആ പാർട്ടിയുടെ സ്ഥാപക നേതാവായ വൈക്കോയുടെ മകൻ ദുരൈ വൈക്കോയെയാണ്. അപ്പോൾ അതിനെ തുടർന്ന് വലിയ മനോവിഷമത്തിലായിരുന്നു ഗണേശമൂർത്തി എന്നാണ് അദ്ദേഹത്തിന് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് ഏതായാലും പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വൈക്കോ വ്യക്തമാക്കിയിരുന്നത്, ഈ ആശുപത്രി എത്തി സന്ദർശിച്ച ശേഷം പാർട്ടി നേതാവ് വൈക്കോ വ്യക്തമാക്കിയിരുന്നത് പാർട്ടിയിൽ തനിക്ക് സീറ്റ് നൽകണം എന്ന ആവശ്യം, അതായത് ഗണേശമൂർത്തിക്ക് സീറ്റ് നൽകണമെന്നായിരുന്നു തൻ്റെ ആവശ്യം. പക്ഷേ പാർട്ടി പ്രവർത്തകർ ദുരൈ വൈക്കോയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. തുടർന്ന് ഒരു അഭിപ്രായ സർവേ പാർട്ടിക്കകത്ത് നടത്തി. അതിൽ 99% പേരും ദുരൈ വൈക്കോ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് സീറ്റ് ഇത്തവണ നൽകാതിരുന്നത്. പകരം അദ്ദേഹത്തിന് നിയമസഭാ സീറ്റ് നൽകാം, അല്ലെങ്കിൽ സ്റ്റാലിനുമായി സംസാരിച്ചുകൊണ്ടൊരു പ്രധാനപ്പെട്ട പദവി നൽകാം എന്ന് അറിയിച്ചിരുന്നു എന്നാണ് ഏതായാലും വൈക്കോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രചാരണം നിൽക്കെ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ 1ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഒരു MP-യുടെ മരണം, അത് പ്രത്യേകിച്ച് ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ADMK ഒപ്പം തന്നെ BJP അടക്കമുള്ള കക്ഷികൾ ഇത് വലിയ ചർച്ചയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അഭിലാഷ്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമാകുന്ന വാർത്തകൾ ആണ് വാർത്താരംഭത്തിൽ ER രാഗേഷ് പങ്കുവച്ചത്. ഇനി അന്താരാഷ്ട്ര തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ഉണ്ടായ കപ്പൽ അപകടം ആയിരുന്നു. കപ്പൽ പാലത്തിൽ ഇടിച്ച് ആണ് അപകടമുണ്ടായത്. അപകടത്തിൽ ചരക്ക് കപ്പൽ ആണ് പെട്ടത്. ഡാലിയ എന്ന ചരക്ക് കപ്പൽ ആയിരുന്നു അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഡാലിയുടെ ഡേറ്റ കോഡർ കണ്ടെത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ഡേറ്റ കോഡർ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന വിവരങ്ങൾ സാങ്കേതിക വിദഗ്ധർക്ക് കണ്ടെത്താൻ സാധിക്കും. അതൊരു സോഫ്റ്റ്വെയർ സംവിധാനത്തിലൂടെ കപ്പലിൻ്റെ യാത്ര ഉൾപ്പെടെ എങ്ങനെയാണ് നിയന്ത്രിച്ചിരുന്നത്, എവിടെയാണ് കപ്പലിന് ഗതി മാറിയത്, നിയന്ത്രണം വിട്ടാണോ അപകടമുണ്ടായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരിക ഈ ഡേറ്റ കോഡർ എൻകോഡ് ചെയ്യുമ്പോൾ ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരം ഇതാണ് എങ്കിൽ പോലും ഒപ്പം 2 തൊഴിലാളികളുടെ മൃതദേഹം കൂടി തെരച്ചിലിൽ കണ്ടെത്തിയിട്ടുണ്ട്. അലഹാൻഡ്രോ ഹെർണാണ്ടസ് ഫ്യൂൻഡസ്, ഡാലിയൻ റോണിയൽ കാസ്റ്റിലോ എന്നിവരുടെ മൃതദേഹം ആണ് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ ഈ തെരച്ചിൽ ഏതാണ്ട് നിർത്തിവെച്ചിട്ടുള്ള സാഹചര്യം ആണ് ഉള്ളത്. അതായത് കാണാതായിട്ടുള്ള മറ്റുള്ളവർ മരിച്ചു എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അതിവേഗം നടത്തിയാലും ജീവനോടെ ഇവരെ രക്ഷിക്കാനാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. വാർത്താരംഭം സംസ്ഥാനത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിക്കുമ്പോൾ മാസപ്പടി കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ED ഒരാഴ്ചയ്ക്കുള്ളിൽ രേഖകൾ ആവശ്യപ്പെട്ട് എക്സാലോജിക്കിന് അടക്കം നോട്ടീസ് നൽകും. നവോമി ദിനേശ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. നവോമി, ഇന്ന് വാർത്താരംഭത്തിൽ തുടക്കം മുതൽ നൽകുന്നത് EDയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ആണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ EDയുടെ കസ്റ്റഡിയിലാണുള്ളത്. അതോടൊപ്പം തന്നെ ചോദ്യക്കോഴ കേസിൽ മഹുവ മൈത്രയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഹാജരാകാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു EDയുടെ നോട്ടീസ് ധനമന്ത്രി തോമസ് ഐസക് തള്ളുന്നത്. ഇപ്പോഴിതാ എക്സാലോജിക്കിലേക്കും മുഖ്യമന്ത്രിയുടെ മകളിലേക്കുമൊക്കെ ED എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എങ്ങനെയാണ് തുടർ നടപടികളിലേക്ക് ED കടക്കുക എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ കോണുകൾ എങ്ങനെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്?
അഭിലാഷ്, അരവിന്ദ് കെജ്രിവാളിനെ ഇഡി ചോദ്യം ചെയ്യുന്നു, പിന്നീടുള്ള അറസ്റ്റിലൊക്കെ കൃത്യമായൊരു നിലപാടെടുത്ത പാർട്ടി കൂടിയാണ് CPM. അപ്പോൾ തന്നെ ട്രോളുകളിലൊക്കെ നിറഞ്ഞതാണ് അടുത്ത ഊഴം കേരളമായിരിക്കും, CPM ആയിരിക്കും എന്നൊക്കെ. അത് തന്നെ ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായാണ് വീണ വിജയന് ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ ഇത്തരത്തിലൊരു ഇഡി അന്വേഷണത്തിലേക്ക് നീങ്ങുന്നതും. എന്തായാലും 2-3 ദിവസം ഈസ്റ്ററിന്റെ ഒക്കെ അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇഡി നടപടികൾ ആരംഭിക്കുക. അതിന്റെ പ്രാരംഭഘട്ടമായി ഈ മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനികൾക്ക് ഏകദേശം വീണയുടെ കമ്പനി 12ഓളം കമ്പനികളിൽ നിന്നാണ് മാസപ്പടിയായി തുക കൈപ്പറ്റിയതെന്നുള്ളൊരു കണ്ടെത്തലാണ് പ്രാഥമികമായും ഉള്ളത്. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ എന്തായാലും ഈ അവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ 12ഓളം കമ്പനികൾക്ക് നോട്ടീസ് അയക്കുക. ഈ നോട്ടീസ് അയച്ചതിൽ കൂടി ആയിരിക്കും ഈ അന്വേഷണത്തിന്റെ തുടക്കം കുറിക്കുക. അതിനുശേഷമായിരിക്കും വീണ വിജയനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇവർ തമ്മിൽ ഒരു അന്തർധാര സജീവമാണ്, ഇത് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല, ഒരു അന്വേഷണ പ്രഹസനം മാത്രമാണെന്ന് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരുന്നു. എങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇതൊരു ആയുധമായി തന്നെ ഉപയോഗിക്കാനാണ് പ്രതിപക്ഷത്തിന്റെയും നീക്കം. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ ഈ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് അല്ലെങ്കിൽ ലൈഫ് മിഷനൊക്കെ ഇഡി അന്വേഷണമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു അതുപോലെ തന്നെ മാത്രമായിരിക്കും ഇത്തരത്തിൽ വീണ വിജയന്റെ കേസിലുള്ള മാസപ്പടി വിവാദത്തിലുമുള്ള ഒരു അന്വേഷണം പകുതിയിൽ തന്നെ അവസാനിക്കും. ഇത് BJPയും CPMഉം തമ്മിലുള്ള ഒരു അന്തർധാരയുടെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയെന്ന് പറയുമ്പോൾ കൂടിയും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഉറ്റുനോക്കുന്നത്. എന്തായാലും BJPയും ഇതിനെ ഒരു തിരഞ്ഞെടുപ്പ് ആയുധമായി തന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു കേസിൽ ഈ SFIയുടെ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇഡിയും അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഈ SFIയുടെ അന്വേഷണത്തിൽ പ്രാഥമികമായി ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഈ കള്ളപ്പണ ഇടപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇഡിയുടെ അന്വേഷണവും. ഇതിനിടയിൽ തന്നെ ഈ കമ്പനികൾ ഏതെങ്കിലും വിധത്തിൽ, അതായത് CPI പാർട്ടിയുടെ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി ഹൈക്കോടതിയെ സമീപിക്കാനുമുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതാണല്ലോ നവമി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ സൂചിപ്പിച്ച നീണ്ടാൽ അത് ഡൽഹി മദ്യനയ കേസ് ആകട്ടെ, അവിടെയൊക്കെ ഒരു മുഖ്യമന്ത്രിയെ ഇഡി അറസ്റ്റ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നില്ല. തുടർച്ചയായി 9 തവണയാണ് ഇഡി നോട്ടീസ് അയച്ചത്. കോടതിയിൽ കാണാമെന്ന ആത്മവിശ്വാസം അരവിന്ദ് കെജ്രിവാളും പുലർത്തിയിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രിവിലേജ് ഒക്കെ അരവിന്ദ് കെജ്രിവാളിനുണ്ട്. പക്ഷേ വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമാണ്, മറ്റു പ്രിവിലേജുകൾ ഒന്നും അവിടെയില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അറസ്റ്റ് വരെ ഉണ്ടായേക്കാവുന്ന നീക്കങ്ങൾ ആണ് ഇഡി നടത്തുന്നത് എന്ന ഒരു ഭാഗത്ത് എന്ന് പറയുന്നു. മറുഭാഗത്താകട്ടെ ഇതൊക്കെ ഒരു രാഷ്ട്രീയ നാടകമാണ്, അഡ്ജസ്റ്റ്മെൻ്റാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ ഇഡി ഇത്തരത്തിൽ വലിയ അന്വേഷണം നടത്തുമ്പോൾ പോലും ഒരു CPM നേതാവിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെയോ ഒക്കെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. അത് അന്തർധാരയുടെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നു. സ്വാഭാവികമായും നമുക്ക് ഇതിൽ ഒന്നും സ്ഥിരീകരണത്തിലേക്ക് പോകാൻ സാധിക്കില്ല. നമുക്കിതിൻ്റെ നിയമവശം മാത്രമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? എക്സാലോജി കമ്പനിയും ഇതിൽ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടി വരികയാണല്ലോ. തീർച്ചയായും അഭിലാഷ്, ഈ ഹൈക്കോടതി അടക്കം സമീപിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം SFIയുടെ അന്വേഷണത്തിൽ തന്നെ വീണ വിജയന്റെ കമ്പനി ഉൾപ്പെടെ വീണ വിജയൻ ഉൾപ്പെടെ ഈ ഒരു അന്വേഷണം നടക്കരുത്, അല്ലെങ്കിൽ തുടർ നടപടികൾ ഇത്തരത്തിലൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഈ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതി അടക്കം സമീപിച്ചതാണ്. പിന്നീട് ഹൈക്കോടതി ആ ആവശ്യം തള്ളുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് CMRലും ഇവിടെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ ഒരു അന്വേഷണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. പക്ഷേ അവിടെയും ഹൈക്കോടതി ചോദിച്ചത് പേടിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അന്വേഷണത്തെ ഭയക്കുന്നത്, ഇത്തരത്തിലുള്ളൊരു ഈ ഒരു ഒളിക്കാനുണ്ടെങ്കിൽ മാത്രമല്ലേ ഈ ഒരു അന്വേഷണത്തെ ഭയക്കേണ്ടതുള്ളൂ, ഇത്തരം ഒരു അന്വേഷണം വേണ്ട എന്ന് ആവശ്യപ്പെടേണ്ടതുള്ളൂ, അവർ ആവശ്യപ്പെടുന്ന രേഖകളൊക്കെ ഹാജരാക്കൂ, അന്വേഷണത്തോട് സഹകരിക്കൂ എന്ന് അന്ന് ഹൈക്കോടതി ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഹർജി, ഈ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള, അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അന്ന് ഹൈക്കോടതി തള്ളി.
തള്ളിയതാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ഒരു ഇഡി അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയനോ കമ്പനിയോ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു അന്വേഷണം പിന്നീടുള്ള അറസ്റ്റ് തടയണം, തുടർന്നുള്ള അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ഈ ഒരു അന്വേഷണം ആരംഭിക്കുമ്പോൾ ഏത് വിധത്തിലായിരിക്കും, എപ്പോഴായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക, അതോടൊപ്പം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ വീണ വിജയൻ ഹാജരാകുമോ അതോ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയെ സമീപിക്കുമോ, തുടർന്ന് ഈ മറ്റ് 12ഓളം കമ്പനികൾക്കെതിരെയാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത്. ഈ കമ്പനികളും ഹൈക്കോടതിയെ സമീപിക്കുമോ, ഈ പാർട്ടിയുടെ ഒരു സമ്മർദ്ദം, ഈ ഒരു അറസ്റ്റ് തടയുന്നതടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമോ എന്നതുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ഈ ഒരു അവധി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇഡി ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുക. എന്തായാലും മാസപ്പടി വിവാദത്തിൽ ഇഡിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇടപെടൽ, അതും ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സിപിഎമ്മിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിരോധത്തിലാണ്. ഇതിനെ എങ്ങനെയായിരിക്കും വീണ വിജയനും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പാർട്ടിയും നേരിടുക എന്നതാണ് നമ്മൾ ഏവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമായി തന്നെ ഉപയോഗിക്കാനാണ് സാധ്യത. തീർച്ചയായും അതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഏപ്രിൽ 26-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. അന്നോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസങ്ങളിലോ ഒക്കെ വീണയെ ചോദ്യം ചെയ്യാൻ ഇഡി എത്തുമോ, ചോദ്യം ചെയ്യലിന് നിരന്തരമായി നോട്ടീസ് നൽകുമോ, ആ നോട്ടീസ് കൈപ്പറ്റാനോ ഹാജരാകാനോ തയ്യാറായില്ല എങ്കിൽ ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വീണയ്ക്ക് ഒരുപക്ഷെ ഇഡിയുടെ നടപടി നേരിടേണ്ടി വരുമോ, അറസ്റ്റ് പോലെയുള്ളവ എന്നതെല്ലാം ഇനി കൂടുതൽ ചൂടുപിടിക്കുന്ന വിഷയമാണ്. തെരഞ്ഞെടുപ്പ് വിഷയം തന്നെ ഒരുപക്ഷെ അതിലേക്ക് കേന്ദ്രീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും രാഷ്ട്രീയ വാർത്തകളിൽ നിന്ന് തിരികെ വരുമ്പോൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിനമാണ്. കുരിശുമരണത്തിന് മുന്നോടിയായി ക്രിസ്തുദേവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ പുതുക്കി ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുകയാണ്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷകൾ നടന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയത്തിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ ആണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൽ കർദിനാൾ ബെസേലിയോസ് മാർ ക്ലിമ്മീസ് കത്തോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ ആയിരുന്നു ചടങ്ങുകൾ. വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുകയാണ്. ക്രിസ്തുദേവൻ തന്റെ ശിഷ്യന്മാരുടെ 12 ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി കാലുകളിൽ ചുംബിച്ചുകൊണ്ട് ഇന്ന് സഹനത്തിന്റെയും എളിമയുടെയും പ്രതീകമായി മാറിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ക്രൈസ്തവർക്ക് പെസഹ. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കൂടി കടന്നുപോകൽ എന്നുകൂടിയാണ്. ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയായിട്ടാണ് ക്രൈസ്തവർ ആചരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ നടന്നു. സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ദേവാലയങ്ങളിലാണ് രാവിലെ ചടങ്ങുകൾ നടന്നത്. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ റാഫേൽ തട്ടിൽ ചടങ്ങുകൾക്ക് ഇരിങ്ങാലക്കുട ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ മറ്റ് ദേവാലയങ്ങളിലും ഇതോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടന്നു. വരാപ്പുഴ അതിരൂപത ആസ്ഥാന ദേവാലയമായ സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വൈകിട്ടാണ് ചടങ്ങുകൾ നടക്കുന്നത്. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിൽ ദേവാലയങ്ങളിൽ ഉച്ചയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമാകുക. അങ്ങനെ വിവിധ ദേവാലയങ്ങളിലെല്ലാം തന്നെയും ഈ പെസഹ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയും വൈകിട്ട് അത് ചിലയിടങ്ങളിൽ തന്നെ വൈകിട്ട് ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. വളരെ പവിത്രതയോടെ ക്രൈസ്തവർ കണക്കാക്കുന്ന കടന്നുപോകുന്ന ഇത് വിശുദ്ധവാരം കടന്നു പോവുകയാണ്. ഇതിനുശേഷമുള്ള ദുഃഖവെള്ളിയിലേക്കും പീഠാനുഭവ സ്മരണകളിലേക്കും എല്ലാമുള്ള ഒരു തുടർച്ച ഈ ദിവസങ്ങളിലാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ചടങ്ങുകൾ വിവിധ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. അങ്ങനെ ക്രൈസ്തവർ ലോകമെമ്പാടും പെസഹ ആചരിക്കുമ്പോൾ മൂന്നാറിലെ ക്രൈസ്തവർക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒന്നും അത്തരം ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പൂർണ്ണമായും സാധിക്കുന്നില്ല. കാരണം അവിടെ എപ്പോഴും ഈ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇടുക്കിയുടെ വനമേഖലകളിൽ എല്ലാം ഇതാണ് സാഹചര്യമെങ്കിൽ മൂന്നാറിലെ കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ എത്തി. ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിൽ ആണ് ആന ഇറങ്ങിയത്. പുലർച്ചെ കൃഷിത്തോട്ടത്തിൽ എത്തിയ ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. RRT സംഘം ആനയെ നിരീക്ഷിച്ചു വരികയാണ്. ഒപ്പം സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പനും ഇറങ്ങി. ദേവാലയത്തിലെ വേലിത്തൂണുകൾ ആന നശിപ്പിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ടോ ഈ കൊമ്പന്മാർ?
അഭിലാഷ്, ദേവികുളത്ത് കഴിഞ്ഞ ദിവസവും പടയപ്പ ഈ സമാനമായ മേഖലയിൽ നിരോധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും രാത്രി കൃഷിയിടങ്ങളിൽ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് പുലർച്ചെയോടെയാണ് വീണ്ടും ഈ ദേവികുളം ടീ ഫാക്ടറിക്ക് സമീപമായി എത്തിയത്. ഒപ്പം കൃഷിയിടത്തിലേക്ക് കൃഷിയൊക്കെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മേഖലയിലും ദേവികുളം ബ്ലാക്കാട് മേഖലയിലും ദേവികുളം ഫാക്ടറി മേഖലയിലും ഒക്കെ ആയിട്ട് നിലനിർമ്മിച്ചിരിക്കുകയായിരുന്നു. ആന വിവിധ ദിവസങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയും ഒപ്പം റോഡിലിറങ്ങിയ വാഹനങ്ങൾ തടയുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും RRT ടീം ഇവിടെ നിരീക്ഷണം നടത്തുന്നുണ്ട്. ആനയെ ഈ പ്രദേശത്ത് ജനവാസ മേഖലയിൽ നിന്നും മാറ്റുന്നതിനുള്ള നടപടികളൊക്കെ RRT ടീം സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചിന്നക്കനാലിൽ സിംഗകണ്ഠം മേഖലയിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പൻ ഇവിടെ ഇറങ്ങി സിംഗകണ്ഠത്ത് ഇറങ്ങി ഒരു വീട് ആക്രമിച്ചിരുന്നു. സമാനമായ സാഹചര്യത്തിൽ ഇന്നലെയും കഴിഞ്ഞ രാത്രിയിലും ചക്കക്കൊമ്പൻ മേഖലയിലെത്തി ഇവിടെ ദേവാലയത്തിന്റെ കൽത്തൂടുകൾക്ക് നേരെ ആക്രമണം നടത്തി. എന്തായാലും ദിവസങ്ങളോളമായി ഇപ്പോൾ ചക്കക്കൊമ്പൻ സിംഗകണ്ഠം മേഖലയിലും പടയപ്പ ഈ ദേവികുളം മേഖലയിലും നിരോധിപ്പിച്ച ഒരു സാഹചര്യമാണ്. വിവിധ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ആന എല്ലാ ദിവസവും നിരോധിപ്പിക്കുന്നത്. അപ്പോൾ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് കാട്ടാനകളുടെയും ആക്രമണം ഉണ്ടായിരുന്നു. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് പ്രിൻസ് നൽകിയത്. ഇതിന്റെ തുടർ വാർത്തകൾ വരും ബുള്ളറ്റിനുകളിൽ ഉൾപ്പെടുത്താം. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബ്ലസ്സി ചിത്രം ആടുജീവിതം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബെന്യാമിൻ്റെ നോവലായ ആടുജീവിതം സിനിമയാകുമ്പോൾ നജീബായി വേഷപ്പകർച്ച നടത്തിയിട്ടുള്ളത് പൃഥ്വിരാജാണ്. എറണാകുളത്തെ വനിതാ തിയേറ്ററിൽ നജീബും സിനിമയുടെ അണിയറ പ്രവർത്തകരും ആദ്യ ഷോ കാണാൻ എത്തുന്നുണ്ട്. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവൽ ആയിരുന്നു ആടുജീവിതം. അതിൻ്റെ ദൃശ്യാവിഷ്കാരവും അത്തരത്തിൽ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് അടക്കം ഷൂട്ടിങ്ങുമൊക്കെയായി ബന്ധപ്പെട്ട് വിദേശത്തായിരുന്നപ്പോൾ ഷൂട്ടിംഗ് സംഘം അവിടെ കുടുങ്ങിപ്പോയത്. പൃഥ്വിരാജ് എന്ന നടൻ ഒരുപക്ഷെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്ന് പൊതുവെ വിലയിരുത്തുന്ന ചിത്രം ആണ്. നവമി ചേരുന്നുണ്ട്. നവമി, ഇങ്ങനൊരു വാർത്ത നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരുന്നത്, ഒന്ന്, ഈ ആടുജീവിതം എന്ന നോവലിന് ലഭിച്ച വലിയൊരു സ്വീകാര്യതയുണ്ട്. രണ്ട്, നജീബിൻ്റെ ദുരിതം എന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം പിന്നീട് മലയാളികൾ അറിഞ്ഞതാണ്. അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല ആ തിരിച്ചുവരവ്. പക്ഷേ അത്തരം സിനിമകൾ വലിയ തോതിൽ ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മഞ്ഞുമ്മൽ ബോയ്സിൽ ഇതുപോലെ തന്നെ ഒരു യാത്ര പോവുകയും അവർ ദുരിതത്തിലാവുകയും അവർ വീണ്ടെടുക്കുകയും ചെയ്ത ഒരു കഥയാണ്. അതിപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയാണോ ആടുജീവിതവും പുലർത്തുന്നത്? തീർച്ചയായും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആടുജീവിതം നോവല് വായിച്ച ഒരാൾക്കും നജീബിനെ മറക്കാൻ കഴിയില്ല. ആ ചിത്രത്തിൽ, ആ ബുക്കിലെ ഓരോ കഥാപാത്രവും ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. അത് തിരശ്ശീലയിൽ വരുമ്പോൾ പൃഥ്വിരാജ് എടുത്ത ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത എഫേർട്ട് ഒക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ സിനിമ തിയേറ്ററുകളിൽ എത്താൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ എന്തായിരിക്കും പ്രേക്ഷകരുടെ പ്രതീക്ഷ വളരെ ഏറെയാണ്. കാരണം അവർ അത്രമാത്രം കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ഈ കൊറോണ കാലത്ത് അവർ അനുഭവിച്ച ദുരിതവും ഒക്കെ അതിനൊക്കെ അപ്പുറത്തേക്ക് നജീബിന്റെ ഒരു ജീവിതം നമുക്കൊന്നും ഊഹിക്കാൻ കഴിയുന്നതിലൊക്കെ അപ്പുറത്തേക്കാണ് നജീബ് അനുഭവിച്ച ആ ഒരു വിഷമം, അദ്ദേഹം കടന്നു വന്ന ആ ഒരു വിഷമഘട്ടങ്ങളൊക്കെ. എന്തായാലും സിനിമ കാണാൻ നജീബ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുസ്തകം എഴുതിയ ബെന്യാമിനും നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം കൂടിയാണ് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയുടെ ജേർണിയിലെല്ലാം അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. സർ, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. ആടുജീവിതം വായിച്ച നമുക്ക് എല്ലാവർക്കും നജീബൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അതിലെ ഓരോ ക്യാരക്ടറും നജീബിന്റെ ഒക്കെ ആ ഒരു വിഷമഘട്ടത്തിൽ കൂടി നമ്മളൊക്കെ സഞ്ചരിച്ചതാണ്. ആ സിനിമ സാറിന്റെയും കൂടി ഒരു സ്വപ്നമാണ്. തിയേറ്ററുകളിൽ എത്തുമ്പോൾ, തിരശ്ശീലയ്ക്ക് മുന്നിൽ എത്തുമ്പോൾ എത്രമാത്രം സന്തോഷമുണ്ട്? വളരെയധികം. കാരണം ഞാൻ എഴുതി വെച്ച വാക്കുകളുടെ പിന്നാലെ ഒരു സംവിധായകൻ 16 വർഷക്കാലം അലയുകയും ഒരു നടൻ അദ്ദേഹത്തിന്റെ ശരീരത്തെ പോലും പരീക്ഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അഭിനയിക്കാൻ വേണ്ടി തയ്യാറാവുകയൊക്കെ ചെയ്തതിന്റെ ഒരു സന്തോഷ നിമിഷത്തിലാണുള്ളത്. നമ്മൾ ഓരോരുത്തരും പുസ്തകങ്ങളിലൂടെ, അക്ഷരങ്ങളിലൂടെ അനുഭവിച്ച വികാരം, ആ തീക്ഷ്ണത അപ്രവാളികളിൽ കാണാൻ വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഞാനും. ഇത്രയും നാളത്തെ ഇവരുടെ ഈ കഠിനാധ്വാനം നിശ്ചയമായിട്ടും സാഫല്യത്തിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. ഓരോ പ്രേക്ഷകനും അത്തരത്തിൽ കണ്ട് അഭിപ്രായം പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു.
സാറ് ആദ്യം ബ്ലസ്സി സാർ ഇങ്ങനെ ഒന്ന് ഒരു പുസ്തകം സിനിമയാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ സാറിന് എന്താണ് ആദ്യം തോന്നിയത്? വളരെ സന്തോഷമാണ്. കാരണം നമ്മുടെ ഇടയിലെ വായനാ സമൂഹം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ഒരു സിനിമ എത്തുന്നതോടുകൂടി നമ്മൾ അവതരിപ്പിക്കുന്ന കഥയും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ വലിയൊരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിലേക്ക് എത്തപ്പെടുകയാണ്. സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമ എന്ന കലയുടെ സാധ്യത ഇഷ്ടപ്പെടുന്ന അനേക ലക്ഷം മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിലേക്ക് നമ്മുടെ കഥ എത്തപ്പെടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നജീബിനോടൊപ്പം ഇരുന്ന് ഈ സിനിമ കാണുന്നതും ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു സംഗതിയല്ലേ? തീർച്ചയായിട്ടും അത് ഒരു അപൂർവ അനുഭവമാണ്. ഒരുപക്ഷെ എത്ര കഥാകാരന്മാർക്ക് അത്തരത്തിലുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എന്നറിയില്ല. സ്വന്തം കഥാപാത്രത്തിന്റെ ജീവനുള്ള ആളിനൊപ്പം ഇരുന്ന് ആ അനുഭവം പങ്കിടുക എന്ന് പറയുന്ന തീക്ഷ്ണ വികാരങ്ങളിലൂടെ കടന്നു പോവുക എന്നത് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും സാർ. സിനിമയും നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അഭിലാഷ്, ബെന്യാമിൻ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് ഈ സിനിമ നോക്കിക്കാണുന്നത്. കാരണം ആടുജീവിതം വായിച്ചു, അത് നജീബിന്റെ കഥ നമ്മൾ വായിച്ചു. ആ നമ്മൾ വായിച്ചതൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഒരു ചിത്രം പോലെ നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൽ പൃഥ്വിരാജ് എടുത്ത എഫേർട്ട്, അദ്ദേഹത്തിന്റെ ഈ ശരീരം കൊണ്ട്, അതായത് വെയിറ്റ് അത്രയും ഏറെ വെയിറ്റ് കുറച്ച് ആ ഒരു മരുഭൂമിയിൽ അദ്ദേഹം അനുഭവിച്ച, ഈ ഒരു സിനിമയുടെ ഫുൾ ക്രൂ അനുഭവിച്ച ഒരു സ്ട്രഗിൾ ഒക്കെ നമ്മൾ അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളിലൊക്കെ കണ്ടതാണ്. എന്തായാലും നജീബ് അല്പസമയത്തിനുള്ളിൽ തന്നെ തിരശ്ശീലയിൽ നമുക്ക് മുന്നിൽ എത്തുമ്പോൾ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് നമ്മൾ ഏവരും വിശ്വസിക്കുന്നത്. അതോടൊപ്പം ഈ കേരളത്തിൽ മാത്രമല്ല, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിലും ഈ ചിത്രം ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകരും ഒക്കെ സിനിമ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ഒരു 3 ദിവസത്തേക്ക് തന്നെ ഇപ്പൊ അവധി കൂടി ആയതുകൊണ്ട് തിയേറ്ററുകളിലെല്ലാം ടിക്കറ്റ് നമുക്ക് കിട്ടാനില്ല. പ്രീ ബുക്കിംഗ് കഴിഞ്ഞു. 1 കോടിയിലധികം രൂപയാണ് ഇതുവരെ സിനിമ കളക്ട് ചെയ്തത്. എന്തായാലും കളക്ഷനുകളൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമ ഇപ്പോൾ ഏത് ലെവലിലാണ് എത്തി നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ ഒരു ആടുജീവിതത്തിന് ലോകമെമ്പാടുമുള്ളവർ കാത്തിരിക്കുന്നു. അതോടൊപ്പം അഭിലാഷ് പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് ആയിക്കോട്ടെ, പ്രേമലും ഒക്കെ മലയാളത്തിന് അഭിമാനമായി ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ ആടുജീവിതം എത്തിപ്പെടുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. അതിലേറെ ആടുജീവിതം വായിച്ച, ആസ്വദിച്ച എല്ലാവർക്കും ഇന്നൊരു സുവർണ അവസരം കൂടിയാണ് ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുമ്പോൾ അത് കാണാനും കൂടി. തീർച്ചയായും എഴുത്തുകാരൻ ബെന്യാമിൻ സൂചിപ്പിച്ചതുപോലെ വായനാനുഭവം ആളുകൾക്ക് കുറവാണ് എങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങാണ് സിനിമാ അനുഭവം എന്നത്. അത്രയധികം ആളുകളാണ് തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒരു പക്ഷേ മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നോ ഇന്ത്യൻ ക്ലാസിക്കുകളിൽ ഒന്നോ ആയി മാറും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ചിത്രം ആണ്. അത് നജീബിൻ്റെ കഥയാണ് പറയുന്നത്. നജീബ് തിയേറ്ററിലേക്ക് നേരിട്ട് ഈ ചിത്രം കാണാൻ എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത് നജീബ് എന്നുകൂടി ശ്രദ്ധിക്കാം. എങ്ങനെയുണ്ട് ഈ ഒരു സന്തോഷം, ആ ഒരു ജീവിതം സിനിമയിലൂടെ കാണുകയാണ്? വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളിപ്പോ ഇത് കാണാൻ പോവല്ലേ, അപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ഇപ്പൊ കണ്ടിട്ട് വന്നിട്ട് പറയാം. നജീബ് അങ്ങനെ ഒരു പ്രതികരണമാണ് പങ്കുവെക്കുന്നത് എങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂടാണ്. ഓരോ സ്ഥാനാർത്ഥികൾക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അത് നമുക്ക് പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, കേരളം ഉൾപ്പെടെ 2ാം ഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കുകയാണ്. ഏപ്രിൽ 4 വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 നടക്കുന്നുണ്ട്. ഏപ്രിൽ 26 വോട്ടെടുപ്പ്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് കിരൺ ബാബുവും വടകരയിൽ നിന്ന് MS അനീഷ് കുമാറുമാണ് ചേരുന്നത്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം കൂടി ആരംഭിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു വോൾട്ടേജ് വർദ്ധിക്കാൻ പോവുകയാണ്. മലബാറിൽ വടകരയടക്കം തീപ്പൊരി പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോഴത്തെ മുന്നണികളുടെ ഒരു പ്രചാരണ നീക്കങ്ങൾ? എന്തായാലും തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് നീങ്ങുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് മാറുന്നു. LDF സ്ഥാനാർത്ഥികൾ മിക്കയിടത്തും ഈ വാഹന പര്യടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് തുറന്ന വാഹനങ്ങളിലും മറ്റുമൊക്കെയാണ് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പോയിരുന്നെങ്കിൽ ഇപ്പോൾ കാറുകൾക്കുള്ളിൽ അടച്ചിട്ട വാഹനങ്ങളിൽ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികൾ സഞ്ചരിക്കുന്നത്. കാരണം കടുത്ത ചൂടാണ്. ആ ചൂടിനെ അതിജീവിച്ച് ഒരു പകൽ മുഴുവൻ തുറന്ന വാഹനത്തിലേറി പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും KK ശൈലജ ടീച്ചറും എളമരം കരീമും MV ജയരാജനും
ഒക്കെ ഈ പര്യടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ സ്വീകരണമാണ് ഈ നാട്ടിൻപുറങ്ങളിലും നഗര കേന്ദ്രങ്ങളിലുമൊക്കെ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായി തന്നെ രംഗത്തെത്തിയത് അല്പം വൈകിയാണ്. LDF സ്ഥാനാർത്ഥികൾ ഒരു വട്ടം പ്രചാരണം പൂർത്തിയാക്കിയ ശേഷമാണ് UDF സ്ഥാനാർത്ഥികൾ കളത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം UDF സ്ഥാനാർത്ഥികളും വരും ദിനങ്ങളിൽ, പ്രത്യേകിച്ചും ഈ പസവ വ്യാഴം ദുഃഖവെള്ളിയൊക്കെ കഴിഞ്ഞ് ഈസ്റ്ററിന് ശേഷം അവരുടെ പര്യടന പരിപാടികൾ ആരംഭിക്കാമെന്ന ഒരു കണക്കുകൂട്ടലാണ്. അതുകൊണ്ട് ഈ കോളേജുകൾ, സ്ഥാപനങ്ങൾ, ചെറു പട്ടണങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ പോയി ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് പിടിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിലാണ് NDA സ്ഥാനാർത്ഥികളും. ഇതേ രീതിയിലൊക്കെ തന്നെയാണ് പോകുന്നത്. ഏതായാലും അങ്ങേയറ്റം ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് ഇത്തവണ മലബാർ മേഖല സാക്ഷ്യം വഹിക്കുന്നത്. അത് ഈ സ്ഥാനാർത്ഥികളുടെ വരവ് തന്നെ, അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥികളാണ് പല ഇടങ്ങളിലും വന്നത്. വയനാട് മുതൽ വടകര വരെയുള്ള ഇടങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാൽ, തൃശ്ശൂരൊക്കെ നോക്കിയാൽ ഈ ഒരു മേഖലയിലൊക്കെ ഈ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെത്തി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം കെ സുരേന്ദ്രനും ആനി രാജയും ഏറ്റുമുട്ടുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമായി ഒരിക്കൽ കൂടി വയനാട് മാറുകയാണ്. വടകരയിൽ ഈ സൂപ്പർ താര പരിവേഷമുള്ള ഷാഫി പറമ്പിലും ഒപ്പം KK ശൈലജ ടീച്ചറും മത്സരിക്കുന്നു. കണ്ണൂരിൽ നോക്കിയാൽ കെ സുധാകരനും MV ജയരാജനും ഏറ്റുമുട്ടുന്നു. ഇങ്ങനെ അങ്ങേയറ്റം വലിയ പോരാട്ടങ്ങൾ, പ്രവചിക്കാൻ കഴിയാത്തതിനപ്പുറം പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്ന ഇടമായി മലബാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ എല്ലാ ചൂരുമൊക്കെ ഈ പ്രചാരണ പരിപാടികളിൽ ദൃശ്യവുമാണ്. അഭിലാഷ്, മലബാറിൽ നിന്നുള്ള ഒരു ചിത്രമെങ്കിൽ ആലപ്പുഴയിൽ നിന്നാണ് കിരൺ ബാബു ചേരുന്നത്. ഞങ്ങളുടെ ഇലക്ഷൻ ടീം ഇങ്ങനെ വിവിധ മണ്ഡലങ്ങൾ കവർ ചെയ്യുമ്പോൾ ആലപ്പുഴയിൽ എത്തി നിൽക്കുന്നു കിരൺ. ആലപ്പുഴ, പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനൽ ഒരു തരി മാത്രമുണ്ടായിരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം എന്നതാണ് LDFിൻ്റെ ലക്ഷ്യമെങ്കിൽ ആ കനലും കെടുത്തണം എന്നതാണ് UDFിൻ്റെ ലക്ഷ്യം. അങ്ങനെ പോരാട്ടം കനക്കുകയാണ്. എന്താണ് ആലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ വിവരങ്ങൾ? ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ആലപ്പുഴയുടെ മണ്ണിലാണ് ഞങ്ങളുള്ളത്. കടുത്ത പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായും സിറ്റിംഗ് MP AM ആരിഫിൽ നിന്ന് ഈ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ചുമതലയുള്ള നേതാവ് KC വേണുഗോപാൽ തന്നെ എത്തിയതോടെയാണ് ആലപ്പുഴയിൽ മത്സരം കടുത്തത്. ഒപ്പം BJPയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ കൂടി ഈ മത്സരരംഗത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും വളരെ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. 2 മുൻ MPമാരാണ് നേരിട്ട് മത്സരിക്കുന്നത്. ഇവർ രണ്ടുപേരും ആലപ്പുഴയെ പ്രതിനിധീകരിച്ചിരുന്ന കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നത്. ആരാണ് അവകാശവാദം എന്നത്, പല പദ്ധതികളെ സംബന്ധിച്ചും അവകാശവാദം, ഇതിൽ ആർക്കാണ് കൂടുതൽ അവകാശമുള്ളത്, അതിനെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ആലപ്പുഴയിലെ ബൈപ്പാസ് മുതൽ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയുള്ള പല പദ്ധതികളെ സംബന്ധിച്ചും ഇരു MPമാരും തമ്മിലുള്ള വലിയ തർക്കം നടക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു വലിയ ഏകീകരണം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കാൻ KC വേണുഗോപാലിന്റെ ജനപ്രീതിക്ക് കഴിയും, അല്ലെങ്കിൽ എല്ലാ തരം വിഭാഗം ആളുകളുമായി ബന്ധമുള്ള ആളാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടമാണ്. KC വേണുഗോപാലിനെ പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വിജയം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. മറിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 19 ഇടവും പരാജയപ്പെട്ടപ്പോഴും ചുവന്ന് നിന്ന മണ്ഡലമാണ് ആലപ്പുഴ. അത് ഇക്കുറി വിജയിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നിലനിർത്തേണ്ടത് CPMനെ സംബന്ധിച്ചും ഇടതു മുന്നണിയെ സംബന്ധിച്ചും അഭിമാന പോരാട്ടം തന്നെയാണ്. AM ആരിഫ് എന്ന് പറയുന്ന സിറ്റിംഗ് MPയുടെ ജനകീയത തന്നെയാണ് അവിടെയും ആയുധമാക്കുന്നത്. KC വേണുഗോപാലായാലും AM ആരിഫായാലും രണ്ടുപേർക്കും വ്യാപകമായി ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആകെ വിപുലമായ ബന്ധങ്ങളുള്ള മനുഷ്യരാണ്. അത്തരത്തിലേക്കുള്ള അവരുടെ ബന്ധങ്ങൾ കൂടി വോട്ടാക്കി മാറ്റാം എന്നുള്ള വലിയ പ്രതീക്ഷ ഈ 2 മുന്നണികൾക്കുമുണ്ട്. ഈ 2 മുന്നണികളും നിൽക്കുമ്പോഴും ശോഭാ സുരേന്ദ്രൻ എന്ന മത്സരിച്ച മണ്ഡലങ്ങളെല്ലാം BJPയുടെ വോട്ടുനില വർദ്ധിപ്പിച്ച നേതാവിനെ അണിനിരത്തിയാണ് BJPയും കളത്തിൽ സജീവമായി തന്നെ നിൽക്കുന്നത്. അങ്ങനെ തെക്കൻ കേരളത്തിലും പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് കളം ഒരുങ്ങിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ എത്രത്തോളം വോട്ടുകൾ നേടാമോ അത്രത്തോളം വോട്ടുകൾ നേടുക, ഒപ്പം നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുക, നേരത്തെ അകന്നുപോയവരെ കൂടെ നിർത്തുക, ഇതൊക്കെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് MSF ഹരിത മുൻ നേതാക്കൾക്ക് എതിരായ അച്ചടക്ക നടപടി മുസ്ലിം ലീഗ് പിൻവലിച്ചത്. അഡ്വക്കേറ്റ് ഫാത്തിമ തഖ്ലിയ, അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, മുഫീദ തസ്നി, ലത്തീഫ് തുറയൂർ, KM ഫവാസ് എന്നിവർക്കെതിരായ നടപടികളാണ് പിൻവലിച്ചത്. തുടർന്ന് ഇവർ സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി എന്നിവരെയും കണ്ടു. വിഭാഗീയത തെരഞ്ഞെടുപ്പിനെ ബാധിക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ലീഗ് നേതാക്കൾ ഈ ഘട്ടത്തിൽ നടപടികൾ പിൻവലിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിയുന്നത്ര ആളുകളെ ചേർത്ത് നിർത്തുക, നേരത്തെ
ആശയക്കുഴപ്പമുണ്ടായവരെ ഉൾപ്പെടെ തിരികെ എത്തിക്കുക. അത്തരം നീക്കങ്ങൾ ഊർജിതമാണ്. ഈ തിരിച്ചുവരവ് എത്രത്തോളം ഗുണം ചെയ്യും എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം മുൻപ് മുസ്ലിം ലീഗിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വിവാദമാണ് ഹരിത വിവാദം. MSFന്റെ സംസ്ഥാന നേതാക്കൾക്കെതിരെ നിശ്ചിതമായ വിമർശനവും അതേപോലെ തന്നെ പരാതിയും ഉന്നയിച്ചാണ് ഹരിത നേതാക്കൾ പാർട്ടിക്ക് പുറത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല, പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ വലിയൊരു പിന്തുണ ഇവർക്കുണ്ടായിട്ട് പോലും ഇവർ ഉന്നയിച്ച കാര്യങ്ങൾ ആ സമയത്ത് പാർട്ടി അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. അത്തരത്തിൽ ഈ പാർട്ടിയുടെ നിലപാടും അവരുടെ സമീപനവും ഒക്കെ വലിയ തോതിൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു കാര്യം കൂടിയായിരുന്നു ഹരിത വിവാദം. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇവരുടെ ഒരു സാന്നിധ്യം ആ വിഭാഗീയത പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ വേണ്ടി കൂടിയാണ് ഈ നടപടികൾ പിൻവലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെയാണ് ഇവരെ തിരിച്ചെടുത്ത കാര്യം മുസ്ലിം ലീഗ് വിശദീകരിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെ നേതാക്കൾ PK കുഞ്ഞാലിക്കുട്ടിയെയും സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കാണുകയും ചെയ്തു. ഇവർ കൊടുത്ത അപേക്ഷ കൂടി പരിഗണിച്ചും അതുപോലെ തന്നെ ഇവർ MSFന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ കൊടുത്ത പരാതി പിൻവലിക്കാമെന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്നുമാണ് ഇവരെ തിരിച്ചെടുക്കുന്നത് എന്നും കൂടിയാണ് ഈ ലീഗിൻ്റെ ഒരു വിശദീകരണം. പക്ഷേ മറ്റൊരു വശം കൂടിയുണ്ട്. നമുക്കറിയാം, ലീഗിൻ്റെ തന്നെ മുൻ നേതാവാണ് KS ഹംസ. KS ഹംസയുമായി അടുപ്പമുള്ളവരാണ് ഇപ്പോൾ തിരിച്ചെടുത്തവരിൽ പലരും ഉള്ളത്. അപ്പോൾ ലീഗിലെ തന്നെ ഒരു വിഭാഗം KS ഹംസയ്ക്ക് വേണ്ടി രഹസ്യമായിട്ട് പ്രചരണത്തിന് ഇറങ്ങുമെന്ന് KS ഹംസ പറയുന്നുണ്ട്. അത് പരസ്യ പ്രചരണത്തിലേക്ക് പോകാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ലീഗുമായിട്ട് അല്പം വിട്ടുനിന്നവരെ കൂടി ഇപ്പോൾ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്നാലും പാർട്ടി ഒറ്റക്കെട്ടായിട്ട് തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ആരും പാർട്ടിക്കെതിരെ നിൽക്കരുത് എന്ന ഒരു മെസ്സേജ്, ഒരു സന്ദേശം കൂടി നൽകുകയാണ് ലീഗ് ഈ ഒരു നടപടിയിലൂടെ. ഇതിനെതിരെ ഇനി MSF നേതാക്കൾക്ക് പ്രതിഷേധമുണ്ടോ, അത് പരസ്യമായിട്ട് പുറത്തു വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. CV അനുമോദ് നൽകിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആരോപണ പ്രത്യാരോപണങ്ങൾ വലിയ തോതിൽ നടക്കും. കോവിഡ് കള്ളി എന്ന് വിളിച്ചത് വിഷമമുണ്ടാക്കിയെന്നാണ് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ പറയുന്നത്. കോവിഡ് കാലത്തെ കേരളത്തിന്റെ നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ കോൺഗ്രസ് ഇപ്പോഴും തയ്യാറല്ല. 5 പൈസയുടെ അഴിമതി കാട്ടിയിട്ടില്ല. മൃതദേഹങ്ങൾ ഗംഗയിലെറിയാൻ കേരളത്തിൽ കഴിയില്ല. മരണങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോട് താരതമ്യപ്പെടുത്താനാവില്ല എന്നും KK ശൈലജ ന്യൂസ് 18നോട് പറഞ്ഞു. വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നിന്ന് വിഭിന്നമായി ഏറ്റവും ആവേശകരമായി ആൾക്കൂട്ടത്തെ ആകർഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മോടൊപ്പം ശൈലജ ടീച്ചർ തന്നെയുണ്ട്. ടീച്ചറെ, വലിയ ആവേശമാണ്. കേരളത്തിൽ ഒരിടത്തുമില്ലാത്ത ജനക്കൂട്ടവും ആരവും ഒച്ചയും ബഹളവും ഒക്കെയാണ് വടകരയിലുള്ളതെന്നാണ് എല്ലാവരും പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ എല്ലാവിടെയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടുത്തതല്ലേ കാണുന്നുള്ളൂ, ഇവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട്. എന്തായാലും വടകരയിൽ നല്ല ആവേശത്തിലാണ് ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ പ്രായമുള്ളവരും എല്ലാം. സ്ത്രീകളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് എല്ലാ പ്രദേശത്തും ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും വടകര ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു സാധാരണ LDFന് വോട്ട് ചെയ്യുന്നവർ മാത്രമല്ല, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഇവിടെ LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നോട് തന്നെ ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇത്തവണ എന്തായാലും ആ രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത്. ഞങ്ങൾക്ക് നാട്ടിലെ ജനങ്ങളോടും പറയാനുള്ളത് അതാണ്. നിങ്ങൾ LDFന്റെ പ്രതിനിധിയായി എന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി അവിടെ സംസാരിക്കാനൊരു അവസരം ഉണ്ടാവും. ഞാൻ MLA ആയിട്ടുണ്ട്, മന്ത്രി ആയിരുന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അത് ഏറ്റവും എൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒറ്റക്കല്ല, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ്, നല്ല ടീം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു MLA ആകുമ്പോഴുള്ള വർക്കല്ല മന്ത്രിയുടേത്. മന്ത്രിയാകുമ്പോഴുള്ള ആ രീതിയിലുള്ള പ്രവർത്തനമല്ല പാർലമെൻറ്റ് മെമ്പർ ആകുമ്പോൾ. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ബാധിക്കുന്ന നിയമങ്ങൾ പാസ്സാകുമ്പോൾ അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഗുണം ചെയ്യുന്നതായിരിക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 പാസ്സാക്കി. ആ സമയത്ത് തന്നെ ഇടതുപക്ഷം നല്ല വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു, അതിനെ എതിർത്തിരുന്നു. കാരണം നമ്മളിവിടുത്തെ പൗരത്വ രജിസ്ട്രേഷനൊന്നും എതിരല്ല. അതായത് സെൻസസ് നടത്താറുണ്ടല്ലോ സാധാരണ. 2021 സെൻസസ് പെൻഡിങ്ങിലാണ്. ആ സെൻസസ് പോപ്പുലേഷൻ രജിസ്ട്രേഷൻ കൃത്യമായിട്ടുണ്ടായാൽ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ മതവിഭാഗങ്ങളുടെ എണ്ണം, അതിലുള്ള ആളുകളുടെ എണ്ണം, പ്രത്യേക ഒരു സംസ്ഥാനത്തുള്ള പൗരന്മാരുടെ എണ്ണം എല്ലാം വ്യക്തമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ആ പൗരത്വ രജിസ്ട്രേഷൻ കുറ്റമറ്റ രീതിയിൽ നടത്തുകയാണ്
പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. എന്നാൽ പോപ്പുലേഷൻ രജിസ്ട്രേഷൻ, എന്നാൽ അതിനു പകരം പുതിയ പൗരത്വ രജിസ്ട്രേഷൻ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ബില്ല് അമെൻഡ് ചെയ്തുകൊണ്ട്. അതിനകത്തുള്ള ചില പരാമർശങ്ങളാണ് ചില ദുസ്സൂചനകൾ നമുക്ക് നൽകുന്നത്. അമെൻമെൻറ്റ് പറയുന്നത് ഈ നാട്ടിൽ ഇന്ത്യയിൽ എവിടെ നിന്നൊക്കെയോ ആളുകൾ വന്നിരിക്കുന്നു, പിന്നെ വെളിയിൽ നിന്നൊക്കെ. അങ്ങനെ വന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കും, പക്ഷേ ഒരു മതത്തിനെ മാത്രമേ അതിനകത്ത് കാണാനില്ല. റൈറ്റ്. ഇങ്ങനെ പൗരത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആണ് CPM ഉയർത്തി കാണിക്കുന്നത് എങ്കിൽ അതേ പൗരത്വം അടക്കമുള്ള നിയമങ്ങൾ മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണ് എന്നതാണ് മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിനും പറയാനുള്ളത്. കോൺഗ്രസ് പ്രതിരോധിക്കും പോലെ BJPയെ ചെറുക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണത്തിലെ ദൗർബല്യങ്ങളും വീഴ്ചകളും മറയ്ക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത് എന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ തന്റെ പ്രചരണം തുടരുകയാണ്. അദ്ദേഹം ഓരോ കൺവെൻഷൻ സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും സമയം നമുക്ക് മാറ്റിവെക്കേണ്ടതില്ല. അതാണ് യാത്രയിൽ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത്. 4ാം ഘട്ടത്തിലേക്ക് കടന്നുല്ലേ പ്രചരണം? 4ാം ഘട്ടത്തിലേക്ക് കടന്നു. അപ്പം മിക്കവാറും അസംബ്ലി മണ്ഡലങ്ങൾ, ഇതിന്റെ കീഴിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിലെയും ഏറെക്കുറെ മുക്കും മൂലം എന്ന് തന്നെ പറയാം നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു 4 റൗണ്ടായപ്പോൾ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി പര്യടനം കൂടി വരികയാണ്. അത് സ്ഥാനാർത്ഥി പര്യടനം ഞാൻ വിചാരിക്കുന്നവർ പ്ലാൻ ചെയ്തത് 13ാം തീയതി മുതലാണ്. 13ാം തീയതി മുതലുള്ള 10-12 ദിവസം ഏതാണ്ട് 1.5 ദിവസം വീതം ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കൊടുത്തിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അത് ഇതുവരെ വലിയ ജനകീയ പങ്കാളിത്തമാണ് എല്ലാത്തിനും കണ്ടത്. ഇപ്പോൾ ഈ ആഴ്ച നടക്കുന്നതെന്ന് പറയുന്നത് ഈ വനിതാ സംഗമങ്ങളാണ്. നിറയെ വനിതാ സംഘങ്ങളിൽ വലിയ പങ്കാളിത്തമാണ്. അത് നല്ലൊരു ലക്ഷണമാണ്. എല്ലാ പാർട്ടിക്കാരിലും അല്ല, കോൺഗ്രസിന്റെയും മറ്റു കക്ഷികളെല്ലാം തന്നെ ഇതിപ്പോ ഈ കോടി വരുന്ന ആളുകൾ അതിന്റെ കോർ ഇതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഒരു വലിയ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നത് നല്ല നിലയിലുള്ള റെസ്പോൺസാണ്. അതിനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട കാര്യങ്ങളില്ല. മിക്കവാറും നാടുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അവരോട്. നമ്മൾ മെയിനായിട്ട് 2 സംഗതികൾ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായിട്ടുള്ള നയങ്ങൾ, മറ്റൊന്ന് കേരള ഗവൺമെന്റ് നയങ്ങൾ. രണ്ടും തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ പാർലമെന്റിൽ കാണുന്നതെങ്കിൽ തന്നെയും രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ് രാഷ്ട്രീയമായിട്ട്. മുഖ്യമന്ത്രി തന്നെയും വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് കേരളത്തിലെ ജനങ്ങൾ ചെണ്ട പോലെയാണ് ശരിക്കും. 2 ഭാഗത്തും മർദ്ദനം ഏൽക്കുകയാണ്, കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ. കേരള ഗവൺമെന്റ് എടുക്കുന്ന ഓരോ സമീപനങ്ങളും ചർച്ചയ്ക്ക് വിധേയമാവുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആളുകൾക്ക് വളരെ വെറിയിടുന്നു. അവർക്ക് കൊടുക്കേണ്ട ഇൻസ്റ്റാൾമെന്റ് കൊടുത്തിട്ടില്ല, മറിച്ചിട്ട് അവരുടെ കയ്യിലുള്ള തനത് ഫണ്ട് തിരിച്ച് ട്രഷറിയിൽ അടക്കണം എന്നുള്ള സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. റൈറ്റ്. എന്തായാലും ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പെസഹ ആചരിക്കുകയാണ്. പെസഹ ദിനത്തിൽ യേശുദേവൻ ശിഷ്യരുടെ കാലുകൾ കഴുകി മുത്തമിട്ടതിൻ്റെ സ്മരണയിൽ ആണ് ലോകം. കടന്നുപോക്ക് എന്നാണ് പെസഹയുടെ അർത്ഥം. തിന്മകൾ കടന്നുപോയി, നന്മകൾ കടന്നു വരട്ടെ. വാർത്താരംഭം അവസാനിക്കുന്നു. നമസ്കാരം.